Hi all, welcome back. നമ്മളുടെ പവർ എഞ്ചിനീയറിംഗിന്റെ ഇൻട്രൊഡക്ഷൻ ടു പവർ എഞ്ചിനീയറിംഗിന്റെ തേർഡ് മൊഡ്യൂളിലെ ലാസ്റ്റ് ലെക്ചർ സീരീസ് ആണ്. ദാറ്റ് ഈസ് സാഗ് ഇൻ ഓവർഹെഡ് ലൈൻസ്. What is sag in overhead lines? While erecting an overhead line, it is very important that conductors are under safe tension. If the conductors are too much stretched between the supports in a bid to save conductor material, the stress in the conductor may reach unsafe value, and in certain cases the conductor may break due to excessive tension. In order to permit safe tension in the conductors, they are not fully stretched but are allowed to have a dip or the sag. എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ രണ്ട് സപ്പോർട്ട് ഉണ്ട് വിചാരിക്കാം. ഓക്കെ, ഈ രണ്ട് സപ്പോർട്ടിന്റെ ഇടയിൽ നമ്മൾ കണ്ടക്ടേഴ്സ് വെക്കുമ്പോൾ അതിന്റെ ടെൻഷൻ സേഫ് ആയിട്ടുള്ള കണ്ടീഷനിൽ വേണം. അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഈ കണ്ടക്ടറിന് ഒരു പ്രത്യേകത ഉണ്ട്. നമ്മളുടെ ഈ പറയുന്ന ഹോട്ട് കണ്ടീഷനിൽ അത് എക്സ്പാൻഡ് ചെയ്യും, കോൾഡ് കണ്ടീഷനിൽ എന്ത് ചെയ്യും, കോൺട്രാക്ട് ചെയ്യും. ഓക്കെ, അപ്പോ ഈ കോൾഡ് കണ്ടീഷനിൽ നമ്മൾ അധികം സ്പാൻ ഇടാതെ വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ, അധികം നമ്മൾ അതിലൊരു സാഗ് ഇടാതെ വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഇതേപോലെ ഒരു ഡിപ്പ് ഇല്ലാതെ വെച്ച് കഴിഞ്ഞാൽ എന്തുണ്ടാവും, ഇത് പെട്ടെന്ന് കോൺട്രാക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഇത് ടെൻഷൻ കാരണം പൊട്ടിപ്പോകും. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ സാഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടുന്ന് ഈ കണ്ടക്ടറിന്റെ ഇവിടുന്ന് തൊട്ടിട്ട് ഇതിന്റെ എത്ര വരെ ഡിപ്പ് ഇടണം എന്നുള്ളതിനെ തീരുമാനിക്കുന്ന ആ ലെവൽ ഡിഫറൻസിനെയാണ് നമ്മൾ പറയാ സാഗ്. ദ ഡിഫറൻസ് ഇൻ ലെവൽ ബിറ്റ്വീൻ പോയിന്റ്സ് ഓഫ് സപ്പോർട്ട്സ് എ ആൻഡ് ലോവസ്റ്റ് പോയിന്റ് ഓൺ ദ കണ്ടക്ടർ ഈസ് കോൾഡ് സാഗ്. അപ്പോൾ നമ്മൾക്ക് ഓവറേറ്റ് ഇടാനും പറ്റില്ല, ഓവറേറ്റ് ഇട്ട് കഴിഞ്ഞാൽ നിലത്തേക്ക് തട്ടും. അപ്പൊ അതിന് ഒരു പർട്ടിക്കുലർ വാല്യൂ എത്ര വരെ വേണം എന്ന് ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാഗിനെ കുറിച്ച് പഠിക്കുന്നത്. അപ്പൊ in order to permit a safe tension in the conductor, they are not fully stretched ചെയ്യാനും പറ്റില്ല, but are allowed to have a dip or sag. This figure 1 shows a conductor suspended between two equi-level supports A and B. Same surface level ഉള്ള A and B യുടെ ഇടയിലുള്ളതാണ് പറയുന്നത്. Okay, the conductor is not fully stretched but is allowed to have a dip. Fully stretched ആയിട്ട് പിടിച്ചിട്ടില്ല, എന്നാൽ ചെറിയൊരു ഡിപ്പ് ഉണ്ട്. The lowest point on the conductor is O and the sag is S. The following points may be noted. When the conductor is suspended between the two supports at the same level, it takes the shapes of catenary. സെയിം ലെവലിലാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു ഷേപ്പ് ആയിരിക്കും. However, if the sag is very small compared with the span, then sag span curve is like parabola. ഇനി നമ്മൾ വെരി സ്മോൾ ആണ് എന്ത് സാഗ് എന്നുണ്ടെങ്കിൽ ഒരു പരാബോള ആയിട്ട് ആക്ട് ചെയ്യും. The tension at any point on the conductor actually acts tangentially. ഇതിന്റെ ടെൻഷൻ എന്ന് പറഞ്ഞാല് ടാൻജൻഷ്യൽ ആയിട്ടാണ് എന്ത് ചെയ്യുക, ആക്ട് ചെയ്യുക. Thus, tension TO is the lowest point O acts horizontally. TO എന്ത് ചെയ്യും, ഹൊറിസോണ്ടൽ ആയിട്ടാണ് ആക്ട് ചെയ്യുക. The horizontal component of the tension is constant throughout the length of the wire. ഈ horizontal component of the tension ഉണ്ടല്ലോ, അതെന്താണ്, throughout length of the wire എന്താണ്, കോൺസ്റ്റന്റ് ആയിരിക്കും. Fourth point, the tension at supports is approximately equal to the horizontal tension acting at any point on the wire. ഈ ടെൻഷൻ നമ്മൾ സാഗിൽ ഉണ്ടാവുന്ന ടെൻഷൻ ഉണ്ടല്ലോ, അത് ഹൊറിസോണ്ടൽ ടെൻഷനും വെർട്ടിക്കൽ ടെൻഷൻ, ഇറ്റ് ഈസ് ദ ടെൻഷൻ അറ്റ് സപ്പോർട്സിലുള്ള ടെൻഷനും അതേപോലെ ഹൊറിസോണ്ടൽ ടെൻഷനും എന്താണ്, അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആണ്. ഇഫ് ടി is the tension at the support at B, then T is equal to TO. Conductor sag and tension. Next എന്താണ്, conductor sag ഉം tension എന്താണെന്ന് പറയുന്നത്. This is an important consideration in the mechanical design of overhead line. The conductor sag should be kept to minimum in order to reduce the conductor material required and to avoid extra pole height for sufficient clearance above the ground level. അപ്പൊ conductor sag minimum ആയിട്ട് kept ചെയ്യണം. ഓക്കെ, കാരണം കണ്ടക്ടർ സാഗ് കൂടുന്നതിനനുസരിച്ച് കണ്ടക്ടർ മെറ്റീരിയൽ കൂടുതൽ വേണം. അതുപോലെ എന്താണ്, ഹൈറ്റ് കൂട്ടേണ്ടി വരും, താഴ്ച തട്ടാതിരിക്കാൻ വേണ്ടി. അപ്പൊ ഒരു സാഗ് എന്തായാലും എപ്പോഴും മിനിമം ആയിട്ട് കൺസിഡർ ചെയ്യണം. ഇറ്റ് ഈസ് ആൾസോ ഡിസൈറബിൾ ദാറ്റ് tension in the conductor should be low to avoid mechanical failure of the conductor and to permit the use of less strong supports. അത് മാത്രമല്ല, സാഗ് മാത്രമല്ല, ഈ ടെൻഷനും എന്തായിരിക്കണം, ലോ ആയിരിക്കണം. കാരണം എന്താണ്, എന്നാലേ നമുക്ക് ഈ മെക്കാനിക്കൽ ഫെയിലിയർ ഒക്കെ കണ്ടക്ടറിന്റെ ഒഴിവാക്കാൻ പറ്റുള്ളൂ. However, low conductor tension and minimum sag are not possible. ഈ ലോ കണ്ടക്ടർ ടെൻഷനും മിനിമം സാഗ് പോസിബിൾ അല്ല, അതിൽ ഏതെങ്കിലും ഒരു കോംപ്രമൈസ് കുറച്ച് കൊടുക്കേണ്ടി വരും. ഇറ്റ് ഈസ് ബിക്കോസ് ലോ സാഗ് മീൻസ് എ ടൈറ്റ് വയർ. ലോ സാഗ് എന്താ മീൻ ചെയ്യുന്നത്, ഒരു ടൈറ്റ് വയർ ആണ്, ഹൈ ടെൻഷനും ആയിരിക്കും. whereas ലോ ടെൻഷൻ മീൻസ് എന്താണ്, ലൂസ് വയറും ഇൻക്രീസ്ഡ് സാഗ് ആണ്. അത് രണ്ടും കോൺട്രാഡിക്ടറി ആണ്. Therefore, in actual practice, a compromise is made between the two. In actual practice ൽ ഒരു കോംപ്രമൈസ് രണ്ടും തമ്മിലുണ്ട്.
Next, calculation of sag. നമ്മളെ sag എങ്ങനെ calculate ചെയ്യാന്നുള്ളത്. Overhead line sag should be so adjusted that tension in the conductors is within safe limit. Sag എപ്പോഴും നമ്മൾ tension ഒരു within safe limit ആക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക sag ചെയ്യുക. The tension is governed by conductor weight. ടെൻഷൻ എങ്ങനെയാണ് ഗവൺ ചെയ്യുന്നത് കണ്ടക്ടറിന്റെ വെയിറ്റ്, എഫക്ട്സ് ഓഫ് വിൻഡ്, ഐസ് ലോഡിംഗ്, ടെമ്പറേച്ചർ വേരിയേഷൻ. ടെൻഷൻ എപ്പോഴും കണ്ടക്ടറിന്റെ വെയിറ്റ് വരും, വിൻഡിന്റെ കാറ്റിന്റെ എഫക്ട് വരും, ഐസ് ലോഡിംഗ് അതായത് നമ്മൾ കുറച്ച് മഞ്ഞുള്ള ടൈമിൽ നമ്മൾക്ക് ഐസ് ലോഡിംഗ് വരും, ടെമ്പറേച്ചർ വേരിയേഷൻ ഒക്കെ വരും. ഇഫ് എ സ്റ്റാൻഡേർഡ് പ്രാക്ടീസ് ടു കീപ് കണ്ടക്ടർ ടെൻഷൻ ലെസ് ദാൻ 50 degree of its ultimate tensile strength, that is minimum factor of safety in respect of conductor tension should be 2. നമ്മൾ 50% ആണ് ഒരു അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത്തിന്റെ കൺസിഡർ. അപ്പൊ 2 സേഫ്റ്റി ഫാക്ടർ എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യും നമ്മൾ 2 യൂസ് ചെയ്യും. ടു കാൽക്കുലേറ്റ് സാഗ് ആൻഡ് ടെൻഷൻ ഓഫ് എ കണ്ടക്ടർ കണ്ടീഷൻസ് ആർ വെൻ. രണ്ട് കണ്ടീഷൻസ് വരും. ഒന്ന് എന്താ വെച്ചാല് ഈ സപ്പോർട്ട്സ് എന്തായിരിക്കണം ഈക്വൽ, നമ്മൾ ഒരേ പ്രതലത്തിലാവണം. രണ്ടാമത്തെ ഹില്ലി ഏരിയയിൽ എന്താണ് താഴത്തും മേലൊക്കെ വരും. 2 അൺഈക്വൽ ലെവൽ. അപ്പോൾ സപ്പോർട്ട്സ് അറ്റ് ഈക്വൽ ലെവലാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇത് consider a conductor between two equilevel supports A and B with O as the lowest point. O as the lowest point in the figure. It can be proved that the lowest point will be at the midspan. Okay. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ലോവസ്റ്റ് പോയിന്റ് മിഡ് സ്പാനിലാണ്. ഓക്കെ, ടോട്ടൽ L ആണ് എന്ത് ലെങ്ത് ഓഫ് ദ സ്പാൻ. ഇതിന്റെ ഡിസ്റ്റൻസ് L ആണ്. അപ്പോൾ ഹാഫ് ആവുമ്പോൾ L/2 വരും. W എന്ന് പറഞ്ഞതാണ് വെയിറ്റ് പെർ യൂണിറ്റ് ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ. വെയിറ്റ് പെർ യൂണിറ്റ് ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ. T is the tension in the conductor. Capital T is the tension in the conductor. Consider a point P. Consider a point P on the conductor. ഒരു P എന്നുള്ളൊരു പോയിന്റ് കൺസിഡർ ചെയ്യുക. Taking the lowest point O as the origin. ഈ പോയിന്റ് O as the origin എടുത്തു. Let the coordinates of the P, B, X and Y. അതായത് ഈ O ഇനീഷ്യൽ സ്റ്റേറ്റ് ആയിട്ട് എടുത്തു. P എന്നുള്ള സൈഡിൽ എടുക്കുകയാണെങ്കിൽ ഇത് എക്സ് ആയിട്ട് നമ്മൾ എക്സ് ആക്സിസും ഇത് വൈ ആയിട്ട് എന്ത് ചെയ്തു നമ്മൾ അതിന്റെ കോർഡിനേറ്റ്സ് എടുത്തു. അസ്യൂമിങ് ദാറ്റ് ദ കർവേച്ചർ ഈസ് സോ സ്മാൾ ദാറ്റ് കർവ് ലെങ്ത് ഈസ് ഈക്വൽ ടു ഹൊറിസോണ്ടൽ പ്രൊജക്ഷൻ ഒ പി ഈസ് ഈക്വൽ ടു എക്സ്. അതായത് ഈ കർവേച്ചർ വളരെ സ്മോൾ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ദിസ് ഒ പി ഈസ് ഈക്വൽ ടു എക്സ് എന്നുള്ള ഒരു കണ്ടീഷൻ നമ്മൾ എന്ത് ചെയ്യാണ് അസ്യൂം ചെയ്യണം. ദ ടു ഫോഴ്സ് ആക്ടിങ് ഓൺ ദ പോർഷൻ ഒ പി. അപ്പൊ ഈ ഒ പി എന്നുള്ള ഇതിൽ രണ്ട് ഫോഴ്സ് ആക്ട് ചെയ്യാൻ എന്തൊക്കെയായിരിക്കും? ഒന്ന് വെയിറ്റ് ഡബ്ല്യു എക്സ് ഓഫ് ദ കണ്ടക്ടർ ആക്ടിങ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് x/2 അല്ലെ. ഈ എക്സ് ആണ് എടുത്തിരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഹാഫിലാണ് ഏറ്റവും കൂടുതൽ വെയിറ്റ് ഉണ്ടാവുക. അപ്പൊ x/2 കണ്ടീഷനിൽ എന്തുണ്ടാവും? ഡബ്ല്യു എക്സ് എന്നുള്ള ഒരു വെയിറ്റ് ഉണ്ടാവും. പിന്നെ എന്താണ്? ടെൻഷൻ ഉണ്ടാവും T അറ്റ് O. അപ്പൊ equating the moments of the above two forces point O, we get T into Y is equal to എന്താണ്? WX into x/2. നമ്മൾ പറഞ്ഞിരുന്നു ടെൻഷനും ഇതും സെയിം ആണെന്ന് പറയുന്നില്ലേ. അപ്പൊ T into എത്ര ഹൈറ്റ് ഉണ്ട്? Y is equal to എന്താണ്? എത്ര ഡിസ്റ്റൻസ് ഉണ്ട്? x/2 into WX. അതാണ് ഈ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? Y is equal to WX²/2T എന്ന് എഴുതാം. The maximum dip sag is represented by the value Y. Maximum dip sag എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Y ആയിട്ടാണ് നമ്മൾ A Bയിൽ കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താണ്? അറ്റ് സപ്പോർട്ട് എ നമുക്ക് എക്സ് ഈസ് ഈക്വൽ ടു എന്ത് ചെയ്യാം? L/2 കൊടുക്കാം. Y ഈസ് ഈക്വൽ ടു ഇതല്ല ഇപ്പൊ നമ്മൾ എടുത്തത്. അപ്പൊ ടോട്ടൽ നമ്മൾ ചെയ്യാൻ L/2 ഈ x/2 എടുത്തതിന് പകരം L/2 എടുക്കും. എക്സിന് എന്ത് ചെയ്യും? L/2 കൊടുക്കും അല്ലെ. ടോട്ടൽ എക്സിന് L/2 കൊടുക്കും. പിന്നെ അതേപോലെ ഇവിടുത്തെ വൈക്ക് എന്ത് ചെയ്യും? എസ് കൊടുക്കും അല്ലെ. ഇതിപ്പോ നമ്മൾ ചെറിയ ഡിസ്റ്റൻസിന് കീപ്പ് ചെയ്തു, ടോട്ടൽ ഡിസ്റ്റൻസിന്. അപ്പൊ എന്താണ്? സാഗ് എസ് ഈസ് ഈക്വൽ ടു വൈക്ക് പകരം എസ് കൊടുത്തു. W ഇൻറ്റു എക്സിന് പകരം എന്ത് ചെയ്തു? L/2 കൊടുത്തു. ഈ എക്സ് നമ്മൾ കൺസിഡർ ചെയ്തതിന് ടോട്ടൽ എക്സ് എടുത്ത്. അപ്പൊ ഇവിടെ എക്സിന് നമ്മൾ അതിന്റെ മിഡിൽ x/2 ആണ് കൊടുത്തിരുന്നത്. പക്ഷെ ഇവിടെ ആ 2 അവിടെ ഉള്ളതുകൊണ്ട് പിന്നെ നമ്മൾ അതിനൊന്നും ചെയ്യണ്ട. പക്ഷെ ടോട്ടൽ ലെങ്ത് എക്സിന് പറയുന്നത് L/2 കൊടുത്തു. അപ്പൊ അങ്ങനെ വന്നപ്പോൾ എന്ത് ചെയ്തു? WL²/8T എന്നുള്ള ഒരു കണ്ടീഷൻ സാഗ് വന്നു. അപ്പൊ ഇതാണ് അതിന്റെ ഇക്വേഷൻ. ഇനി വെൻ സപ്പോർട്ട്സ് ആർ അറ്റ് അൺഈക്വൽ ലെവൽ. അൺഈക്വൽ ലെവലിലാണെങ്കിൽ എന്താണ് അവസ്ഥ എന്നുള്ളതാണ് നോക്കുന്നത്. കാരണം ഇത് ലോവർ സൈഡും ഇത് അപ്പർ സൈഡും ആയിരിക്കും. ലെങ്ത് L ബി ദ സ്പാൻ ലെങ്ത്. രണ്ട് സപ്പോർട്ട് തമ്മിലുള്ള സ്പാൻ ലെങ്ത് L ആണ്. H ഈസ് ദ ഹൈറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ടു സപ്പോർട്ട്സ്. രണ്ട് സപ്പോർട്ട്സിന്റെ ഹൈറ്റ് ഡിഫറൻസ് ആണ് H. X1 ബി ദ
ഡിസ്റ്റൻസ് ഓഫ് സപ്പോർട്ട് അറ്റ് ലോവർ ലെവൽ എ, അതായത് ഇത് ഇങ്ങനെ ഇടുമ്പോൾ ഏറ്റവും ലോവർ ലെവലിലുള്ളതിനെ x1 ഉം മറ്റേത് എന്ത് ചെയ്തു x2 ആക്കിയിട്ട് കൊടുത്തു ഫ്രം പോയിന്റ് O. T is the tension in the conductor. Okay, we know that y is equal to w x square by 2t. ഇതിന്റെ തൊട്ട് മുന്നേ നമ്മൾ എഴുതിച്ചു y is equal to w x square by 2t കൊടുത്തു. അപ്പൊ അവിടെ നമ്മൾ x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ഡെൽബിറ്റ് കൊടുക്കുന്നത്, പക്ഷെ ഇവിടെ അത് പറ്റില്ല. കാരണം എന്താണ്, ഇവിടെ നമ്മൾ ഈ സപ്പോർട്ട് എന്റെ വെച്ചിട്ടുള്ളത് നോക്കുമ്പോൾ എന്താണ്, x is equal to x1 ഉം y is equal to എന്താണ്, ഇതാ y is equal to ഇത് h അല്ലെ, ടോട്ടൽ സാഗ് s2 ആണ്. ഇവിടുന്നുള്ള, അതായത് ബിയുടെ അവിടെ നിന്നുള്ള സാഗ് s2 ആണ്, എയുടെ അവിടെ നിന്നുള്ള സാഗ് s1 ആണ്. അപ്പൊ നമ്മൾ സപ്പോർട്ട് എനെ കമ്പയർ ചെയ്യുമ്പോൾ x is equal to x1 ഉം y is equal to s1 ഉം കൊടുത്തു. അപ്പൊ എന്താണ്, നമുക്കറിയാം സാഗ് s1 is equal to w x1 square by 2t ആണ്. അപ്പൊ സാഗ് s2 എന്താവും, w x2 square by 2t വരും അല്ലെ. സാഗ് s2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ w x2 അല്ലേ വരുന്നത്, x2 square. അപ്പൊ ഓൾസോ നമുക്കറിയാം എന്ത്, x1 plus x2 പറഞ്ഞ എന്താണ്, L ആണ്. അത് ഒരു ഇക്വേഷൻ ആക്കിയിട്ട് ഇടുക. Now s2 minus s1 ആണ് ശരിക്കും എന്ത്, h എന്ന് പറഞ്ഞ സാധനം. ദാറ്റ് ഈസ് ആ s2 നെ ഇങ്ങോട്ട് എഴുതി s1 ഉം അത് നേരെ മൈനസ് ചെയ്തു. അപ്പൊ എന്താണ്, x2 square minus x1 square എന്നുള്ള ക്വാണ്ടിറ്റി വരുമ്പോൾ എന്താണ്, x2 plus x1 is equal to x2 minus x1. x2 plus x1 into x2 minus x1 എന്ന് എഴുതാം. അപ്പോൾ x2 minus s1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ wl by 2t. അതെങ്ങനെ വന്നത്, ഇവിടെ x2 plus x1 ഉണ്ടല്ലോ, അതാണ് L1 L അല്ലെ. സിൻസ് x2 plus s1 x1 plus x2 is L, അപ്പൊ എന്താണ് wl by 2t into x2 minus x1. ബട്ട് s2 minus s1 നെ നമ്മൾക്ക് h ആണെന്ന് അറിയാം. രണ്ട് സാഗ് തമ്മിലുള്ള, രണ്ട് സപ്പോർട്ടുകൾ തമ്മിലുള്ള ഇതിന്റെ ഡിഫറൻസ് പറഞ്ഞാൽ h ആണ്. നമ്മൾ ആ ഫിഗറിൽ കാണിച്ചിരുന്നു, ആ ഫിഗർ ഒന്ന് വരയ്ക്കുക. അപ്പൊ h is equal to എന്താണ്, wl by 2t into x2 minus x1 എഴുതി. അപ്പൊ നമ്മള് ഇതിനെ x2 minus x1 ഇങ്ങോട്ട് എടുത്തപ്പോ h എന്ത് ചെയ്തു, ഇങ്ങോട്ട് വന്നു. അപ്പൊ x2 minus x1 is equal to 2th by wl അല്ലെ. അപ്പൊ ഇത് രണ്ടാമത്തെ ഇക്വേഷൻ. അപ്പൊ ഫസ്റ്റ് ഇക്വേഷനും സെക്കൻഡ് ഇക്വേഷനും x1 plus x2 is equal to L ഉണ്ട്. ഇത് രണ്ടും കൂടി രണ്ട് ഇതാക്കി കഴിഞ്ഞാൽ you will get x1 is equal to 1 by 2 minus th by wl, x2 is equal to L by 2 plus th by wl. ഒമേഗ എന്നൊന്നും പറഞ്ഞിട്ടില്ല, ഞാൻ അറിയാതെ w ആണ് കേട്ടോ. Having found x1 ഉം x2 ഉം കണ്ടുപിടിച്ചാൽ we can find out s1 and s2. ഓക്കെ, ഇനി എഫക്ട് ഓഫ് വിൻഡ് ആൻഡ് ഐസ് ലോഡിംഗ്. എന്താണ് വിൻഡും ഐസ് ലോഡിങ്ങും കാരണം കൊണ്ടുള്ള എഫക്ട് എന്താണ്? The above formula for sag are true only in ഏത് കേസിലാണ്? In still air and at normal temperature. എയർ അധികം ഇല്ലാതെ നോർമൽ ടെമ്പറേച്ചറിലുള്ള കാര്യങ്ങളാണ് ഇത് പറയുന്നത്. However, in actual practice, a conductor may have ice coating simultaneously subjected to wind pressure. നമ്മൾക്ക് ഐസ് കോട്ടിംഗ് വരാം, subjected to wind pressure വരാം. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ഒരു കണ്ടീഷനിൽ അതിന്റെ ഒരു വെയിറ്റും കൂടി നമ്മൾ പറയും. ദ വെയിറ്റ് ഓഫ് ഐസ് ആക്ട്സ് വെർട്ടിക്കലി ഡൗൺവേർഡ്സ്. ഐസിന്റെ വെയിറ്റ് എപ്പോഴും എന്താണ്, ഡൗൺവേർഡ്സിലോട്ടാണ്, വെർട്ടിക്കലി ഡൗൺവേർഡ്സ് ആണ് ഉണ്ടാവുക അല്ലെ. ഇൻ ദ സെയിം ഡയറക്ഷൻ ആസ് ദാറ്റ് ഓഫ് വെയിറ്റ് ഓഫ് ദ കണ്ടക്ടർ. വെയിറ്റ് ഓഫ് ദ കണ്ടക്ടർ എങ്ങനെയാണോ അതേ സൈഡ് ഇതിലായിരിക്കും എന്തുണ്ടാവുക, നമ്മളുടെ ഐസിന്റെ വെയിറ്റ് ഉണ്ടാവുക. ദ ഫോഴ്സ് ഡ്യൂ ടു വിൻഡ് ഈസ് അസ്യൂംഡ് ടു ആക്ട് ഹൊറിസോണ്ടലി. വിൻഡ് എന്താണ്, ഇത് വെയിറ്റ് ഐസ് കോട്ടിങ്ങിന് താഴത്തേക്കാണെങ്കിൽ സൈഡിലോട്ടായിരിക്കും, ഹൊറിസോണ്ടലായിരിക്കും ഉണ്ടാവുക, റൈറ്റ് ആംഗിൾ ആയിട്ടായിരിക്കും വിൻഡ് ഉണ്ടാവുക. Okay, hence the total force on the conductor is the vector sum of horizontal and the vertical sources. അപ്പൊ എന്താണ്, ടോട്ടൽ വെയിറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, വെക്ടർ സം ആയിരിക്കും, ഹൊറിസോണ്ടലിന്റെയും എന്താണ് വെർട്ടിക്കലിന്റെയും. അപ്പോ ടോട്ടൽ വെയിറ്റ് ഓഫ് ദ കണ്ടക്ടർ പെർ യൂണിറ്റ് ലെങ്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് root of v1 plus vi whole square plus w plus wt is equal to root of w plus wi whole square plus w square. അതായത് വെയിറ്റ് ഓഫ് ദ കോപ്പറിനെ w ആക്കി എടുത്തു, wi എന്ന് പറഞ്ഞത് എന്താണ്, നമ്മളുടെ ഐസിന്റെ വെയിറ്റ്. അപ്പൊ അത് രണ്ടും വെർട്ടിക്കലായിട്ട് ആഡ് ചെയ്തു അല്ലെ. പിന്നെന്താണ്, ഹൊറിസോണ്ടലായിട്ട് w വന്നു അല്ലെ. അപ്പൊ ഈ ന്റെ രണ്ടിന്റെയും കൂടിയിട്ട് എന്ത് വന്നു, വെക്ടർ സം വന്നു. അതാണ്
WT എന്ന് പറയുന്നത് അതാണ് ഇങ്ങനെ എഴുതി. അപ്പോൾ W is the weight of the conductor per unit length, that is conductor material density into volume per unit length. WI is the weight of ice per unit length, that is density of ice വേണം. ഇവിടെ conductor material density തരും, volume per unit length എന്ന് തരും. അത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇനി weight of ice per unit length എന്ന് പറഞ്ഞാൽ density of ice into volume of ice per unit length. Therefore, density of ice into volume of ice per unit length. Density of ice വരും, volume of ice per unit length പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നോക്കാം. T ആണ് അതിൻ്റെത്. ഇതിന്റെ ഡിസ്റ്റൻസ് ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, π/4 into d plus 2t square minus d square into 1. Okay, therefore it is density of ice എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ πt into d plus t. ഇത് നമ്മൾ റെഡ്യൂസ് ചെയ്തിട്ട് വന്നതാണ്. ഓക്കെ, അപ്പൊ ഇതെന്താന്നുള്ളത് നോക്കി വെക്കാം. ഇനി WW എന്ന് പറഞ്ഞാൽ വിൻഡ് ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. അതിൽ വിൻഡ് പ്രഷർ പെർ യൂണിറ്റ് ഏരിയ ഉണ്ടാവും, ഇൻറ്റു പ്രൊജക്റ്റഡ് ഏരിയ പെർ യൂണിറ്റ് ലെങ്ത്, അതും ഇവിടെ എഴുതി വെക്കാം. ഓക്കെ, when the conductor has wind and ice loading also, the following points may be noted. ഇങ്ങനത്തെ ഒരു പ്രോബ്ലം വളരെ ചാൻസ് കുറവാണ്, നിങ്ങൾ പേടിക്കണ്ട. ജസ്റ്റ് ഞാൻ ഇതൊന്ന് പറഞ്ഞു തന്നുള്ളൂ, കാരണം ഇത് നാളെ പറഞ്ഞില്ല എന്നുള്ളൊരു ഇഷ്യൂ വരുന്നതായിട്ട് കേട്ടോ. The conductor sets itself in a plane at an angle theta to the vertical arc. Tan theta എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾക്ക് അതിൽ നിന്ന് നേരത്തെ W/W plus WI നമ്മളുടെ ഫിഗറിലെ അത് നിങ്ങൾ വരച്ച് വെച്ചാൽ അതിൽ tan theta എഴുതാം. ഓക്കെ, sag in the conductor is given by, അപ്പൊ എന്താണ് ഈ സാഗ് ഈ ഐസ് ലോഡിങ്ങും ഇതൊക്കെ കൺസിഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ WT L square by 2t ആണ്. Hence S represents the slant slag in a direction making an angle theta to the vertical. If no specific mention is made in the problem, then slant slag is calculated by using above formula. Slant slag എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധനമാണിത്. അത് വേറെ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ജസ്റ്റ് ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് കാണാം. The vertical sag എന്ന് പറഞ്ഞാൽ എന്താണ്, S cos theta ആണ്. വെർട്ടിക്കൽ സാഗ് S cos theta, സ്ലാന്റ് സാഗിനുള്ള ഇക്വേഷൻ ഈ പറഞ്ഞിട്ടുള്ളത്. അത് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. സാഗിന്റെ ഇത് നിങ്ങൾ ജസ്റ്റ് ഇക്വേഷൻസ് ഒക്കെ പഠിച്ചു വെച്ചാൽ മതി. അതിന്റെ പ്രോബ്ലംസ് സിലബസിൽ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾ അതിനെ കുറിച്ച് പേടിക്കണ്ട. ജസ്റ്റ് ഈ പറഞ്ഞ കാര്യങ്ങൾ പഠിച്ചു വെക്കുക, കാരണം സാഗ് എന്താന്നൊക്കെ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.